പേര് അർഷിത്. എൻ്റെ പേര് അശ്വന്ത്. ഞങ്ങളിവിടെ ഹാരിസൺ കോളേജ് കോഡിംഗ് സ്കൂൾ സെക്കൻഡ് ബാച്ച് സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് ഹാക്കാ കണക്ട് എന്ന പ്രോജക്റ്റാണ്. ഹാക്കാ കണക്ട് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് ഇവിടെ കോഡിംഗ് സ്കൂളുണ്ട്, ഡിസൈൻ സ്കൂളുണ്ട്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിലെല്ലാ സ്റ്റുഡൻസിനും കുറേ ഇഷ്യൂസ് ഉണ്ടാവും. എന്താ വെച്ചാൽ ക്ലാസ് ആണെങ്കിലും പിന്നെ ടൈമിങ് അങ്ങനത്തെ പിന്നെ ഫെസിലിറ്റീസ് അതിനെപ്പറ്റിയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ചിലപ്പോൾ അവർക്ക് പബ്ലിക്ലി ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം അവർക്ക് ത്രൂ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഒരു മെയിൽ അയക്കുന്ന പോലെ ഈ ഹാക്കാ കണക്റ്റിൽ ലോഗിൻ ചെയ്തിട്ട് അവർക്ക് ഇഷ്യൂസ് റേസ് ചെയ്യാം. അത് അഡ്മിൻ്റെ സെക്ഷൻ ലൈക്ക് കൗൺസിലേഴ്സ് ആണോ അല്ലെങ്കിൽ അഡ്മിൻ്റെ സെക്ഷനിലേക്ക് പോകും. അവർ ഇഷ്യൂസ് ട്രാക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൊടുക്കും അവർക്ക് അത് സോൾവ് ചെയ്തിട്ട്. ഫസ്റ്റ് ഇവിടെ ഒരു ഗൂഗിൾ ഫോം വഴിയാണ് പരിപാടി ഫുള്ള് നടന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഞങ്ങൾ പ്രൊജക്റ്റ് എന്നുള്ള സൈഡിലേക്ക് എത്തിയപ്പോഴാണ് ഇവിടുന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആപ്പിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ഞങ്ങൾ ഇതിലേക്ക് എത്തിയതാണ്. ഞങ്ങൾ 4 പേരാണുള്ളത്. ഞാൻ, അശ്വന്ത്, അർഷിത്, പിന്നെ ഹബീബ്, ഷിബിലി 4 പേര് ചേർന്നിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്തത്. ഇതിൽ യൂസ് ചെയ്ത ടെക്നോളജി ഞങ്ങൾ ഫ്രണ്ട് എൻഡിൽ ഫ്ലട്ടറാണ് യൂസ് ചെയ്തത്, ബാക്ക് എൻഡിൽ നോജേഴ്സ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഗൂഗിൾ ഓതൻറ്റിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഡാറ്റാബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് SQL ആണ്. ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്ന SQL ആണ്. ഞങ്ങൾ ലോക്കലി ടെസ്റ്റ് ചെയ്തൊക്കെ SQL ആണ്. ഇപ്പോൾ ഇത് ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ലൈക്ക് അന്നേരം AWS ആണ് യൂസ് ചെയ്യുന്നത് ലൈക്ക് ഡാറ്റാബേസ് ആയിട്ട്. അതായത് ഇതിൻ്റെ പേജസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ലോഗിൻ പേജാണ് ഉണ്ടാവുക. ലോഗിൻ പേജ് പറഞ്ഞാൽ ഇപ്പോൾ കയറുന്ന യൂസർക്ക് പേര് ഡീറ്റെയിൽസ് അടിച്ചിട്ട് എൻ്റർ ചെയ്യാം. അല്ലാണ്ട് പിന്നെ അതുപോലെ ഗൂഗിൾ ത്രൂ സൈൻ ഇൻ ചെയ്യാം. ആ 2 ഓപ്ഷൻസാണ് ലോഗിൻ പേജിലുള്ളത്. സെക്കൻഡ് പേജ് ഇപ്പോൾ മെയിനായിട്ട് ഹോം പേജിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ അവർ എന്താ ഇഷ്യൂസിൻ്റെ ആണ് പേജ് വരിക. ലൈക്ക് ക്ലാസ്സിനെ കുറിച്ചാണെങ്കിൽ ഈ ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ജസ്റ്റ് സാധാ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന പോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിനക്ക് എങ്ങനെയാണ് അർജൻറ്റാണോ എന്തൊക്കെയാണ് ഇഷ്യൂസ് അതൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അപ്പം വിത്തിൻ ലൈക്ക് 1 day or 2 day അവർ ഫീഡ്ബാക്ക് തരും. ഫ്ലട്ടർ ചൂസ് ചെയ്യാനുള്ള കാരണം അങ്ങനെ പ്രത്യേകിച്ച് വെച്ചാൽ എല്ലായിടത്തും നോക്കുമ്പോൾ വെബാണ് മോസ്റ്റ്ലി എല്ലാവരും റെഫർ ചെയ്യുന്നത്. പക്ഷേ ആപ്പിന് ഇപ്പോൾ ഇനി വരുന്ന അങ്ങോട്ട് നല്ല ഡിമാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ലൈക്ക് ഫ്ലട്ടറാണ്. അതുകൊണ്ടാണ് ഫ്ലട്ടർ ചൂസ് ചെയ്തത്. ഞങ്ങൾ ഈ സ്റ്റുഡൻറ്റ് മാനേജ് സിസ്റ്റം അല്ലാണ്ട് ഇതിന് മുന്നേ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് August 15 ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ടൈമായപ്പോൾ ഒരു ക്വിസ് ആപ്പ്, അതായത് ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ്. അതെ, അതേപോലെ സാധാ ലൈക്ക് എല്ലാവരും ലൈക്ക് ഒരു ക്ലാസ്സിലിരുന്നിട്ട് എന്താക്കുന്ന ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനും ഇതാക്കുന്നതല്ലേ ഷോർട്ട് ലിസ്റ്റ്. അതിന് പകരം ഒരു ക്വിസ് ആപ്പ്. അത് വെച്ചാൽ ലൈവായിട്ട് അറൗണ്ട് ലൈക്ക് 200 സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ അവർ സബ്മിറ്റ് ചെയ്ത സ്പോട്ടിൽ തന്നെ ലീഡ് ബോർഡിൽ ഞങ്ങൾ ഷോക്കേസ് ചെയ്ത് കാണിച്ചു കൊടുക്കും ആരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫുൾ എൻ്റെ 200 സ്റ്റുഡൻസിൻ്റെ മാർക്സ് ഇറക്കും. ഈ ഫ്ലട്ടർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മീൻസ് കോഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ആർക്കും പഠിക്കാൻ പറ്റൂല, ഭയങ്കര ടഫാണ്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. ഇത് വളരെ ഈസിയാണ്. അതിൻ്റെ ലോജിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഫസ്റ്റൊക്കെ കുറച്ചൊരു സീൻ ഉണ്ടാവും, അത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഈസിയായി ചെയ്യാൻ പറ്റും അല്ലേ? യെസ്.